ഹലോ നമസ്കാരം. അങ്ങനെ യൂറോ കപ്പിൻ്റെ ഗ്രൂപ്പ് തല മത്സരങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗ്രൂപ്പ് എയിലെ അവസാന 2 മത്സരങ്ങൾ ഇന്നലെ നടന്നു കഴിഞ്ഞു. ഒന്ന് ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും തമ്മിലായിരുന്നു. ആ മത്സരം 1-1 സമനിലയായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഹംഗറി 1 ഗോളിന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി. അതോടുകൂടി ഗ്രൂപ്പ് എയിലെ ചിത്രം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ നിന്നും ജർമ്മനി 3 കളികളിൽ നിന്നും 2 ജയവും 1 സമനിലയുമായി 7 പോയിൻറ്റോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാമതുള്ളത് സ്വിറ്റ്സർലാൻഡാണ്. സ്വിറ്റ്സർലാൻഡിന് 2 സമനിലയും 1 ജയവുമാണ്. അങ്ങനെ 5 പോയിൻറ്റോടുകൂടി സ്വിറ്റ്സർലാൻഡും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാമത് ഹംഗറിയാണ്. ഹംഗറി ഇന്നലത്തെ ഒരു മാച്ച് മാത്രമാണ് വിജയിച്ചത്. അത് ഹംഗറിക്ക് 3 പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നാലാമതില്ല സ്കോട്ട്ലാൻഡ്. ഒരു കളിയും വിജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതോടുകൂടി സ്കോട്ട്ലാൻഡ് ഈ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. എന്നാൽ ഹംഗറി കാത്തിരിക്കുകയാണ്. കാരണം ഹംഗറിക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം യൂറോ കപ്പിൽ 6 ഗ്രൂപ്പാണുള്ളത്. ആ 6 ഗ്രൂപ്പിലെ ടോപ്പ് 2